ഞാൻ ചെയ്തെടുത്ത ക്ലോത്ത് കൊണ്ടുള്ള ഒരു ഫ്ലോർ മാറ്റാണിത്. അപ്പോൾ ഈ മാറ്റ് കാണാൻ അതേമാതിരി ഉണ്ടാവും. സൈഡിലൊക്കെ ഞാൻ ഞെറിയിട്ട് ഫ്രണ്ടിലിട്ട് വെച്ച് ഒരു ബോർഡർ വെച്ച് തയ്ച്ച് ചെറിയ ചെറിയ നീളത്തിലുള്ള പീസുകൾ വെച്ച് ഞാൻ ജോയിൻ്റ് ആക്കുന്ന വിധം കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ അത് ജോയിൻ്റ് ആക്കിയിട്ട് ഇതേമാതിരി തയ്ച്ചെടുത്തു. അപ്പോൾ നമുക്കത് ഉപയോഗിക്കാം ഒരാവശ്യത്തിനൊക്കെ ആയിട്ട്. ഞാൻ നിലത്ത് വിരിക്കുന്ന ഒരു ചവിട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലോത്ത് കൊണ്ടൊരു മാറ്റ് മാതിരി ഉണ്ടാക്കുക. അതിന് വേണ്ടി ഞാൻ ഇതേമാതിരി നീളത്തിൽ തന്നെ പഴയ നൈറ്റീൻ്റെ പീസ് എടുത്ത് തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മറുവശത്ത് ഞാൻ സവാളേൻ്റെ ചാക്ക് ഉപയോഗിച്ച്, സവാളേൻ്റെ ചാക്കാവുന്ന സമയത്ത് വലിയ കട്ടി ഉണ്ടാവില്ല, ആ ചാക്ക് ഇട്ട് അടിച്ച് തയ്ച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യുന്ന ഇതേമാതിരി ചവിട്ടി കുറച്ച് ഇത് വിടവുണ്ട്, എന്നാലും ചവിട്ടി റെഡിയാക്കി. ഇനി അതിൻ്റെ കട്ടിങ്സ് ഈ ചെറിയ ചെറിയ നമ്മളെ കയ്യിലുള്ള കട്ടിങ്സ് ഉപയോഗിച്ചിട്ട് അത് യോജിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു മാറ്റ് മാതിരി ഉണ്ടാക്കിയെടുക്കുക. മറ്റേ സൈഡിലാണ്, ഈ സൈഡിലെല്ലാം അപ്പോൾ ഞാൻ ആ ചവിട്ടിക്ക് വേണ്ടിയിട്ട് ഇതേമാതിരി ഒരു പീസ് വെട്ടിയെടുക്കുക. നീളത്തിൽ വെട്ടിയെടുക്കുക. അപ്പോൾ ഇവിടെ അങ്ങനെ അതാ ഈ സൈഡിൽ ഇവിടെ വെച്ചെടുക്കില്ല. വീഡിയോയിൽ കാണാനുള്ള ബുദ്ധിമുട്ടല്ല. ഇവിടെ അങ്ങനെ ഇതാണ് ഈ അറ്റം വരുന്നത്. അപ്പം ഈ അറ്റത്ത് ഇവിടെ കുറച്ച് ഒഴിവാക്കാം. ഇവിടെ നമ്മൾ പൈപ്പിംഗ് കൊടുത്തിട്ടാണ് ഇത് അടിക്കുക. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക വെച്ചാൽ ഇവിടെ അങ്ങനെ വെച്ചിട്ട് ഈ ഭാഗത്ത് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നീളത്തിൽ തയ്ച്ച് കൊടുക്കുക. അങ്ങനെ തയ്ച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ട് മറിക്കുക. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ഇതിങ്ങനെ നീളത്തിൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ തയ്ച്ച് കൊടുക്കുക. തയ്ച്ച് കൊടുത്തിട്ട് കാണിച്ചു തരാം. ഇതേമാതിരി ഇവിടെ കണ്ടു ഇതേമാതിരി ഞാൻ നീളത്തിൽ ഇങ്ങനെ തയ്ച്ചെടുക്കുക. ഇതിങ്ങോട്ട് മടക്കുക. ഇങ്ങോട്ട് മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് ഈ അടുത്ത പീസ് ഞാൻ ഈ കളറുള്ള പീസാണ് എടുത്തത്. കണ്ടോ, ഈ പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതേമാതിരി വെച്ച് തയ്ച്ച് കൊടുക്കുക. കണ്ടോ, ഇതേമാതിരി ഇതിനോട് ചേർത്തിട്ട് ഇവിടെ അങ്ങനെ വെച്ച് തയ്ച്ച് കൊടുക്കുക. നീളത്തിൽ ഇതേമാതിരി തയ്ച്ച് കൊടുക്കുക. അങ്ങനെ തയ്ച്ച് കൊടുത്തിട്ട് ഇതേമാതിരി നീളത്തിൽ തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങോട്ട് മറക്കുക. കേട്ടോ, അപ്പോൾ ഈ ഷേപ്പ് വരും. അങ്ങനെ ഇതേമാതിരി ആദ്യം ഇത് തയ്ച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അതേമാതിരി ഞാൻ ഈ ഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ തയ്ച്ചെടുത്തു. അപ്പോൾ ഇതിങ്ങോട്ട് മറിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവും. ഇനി അടുത്ത പീസ് ഇതേമാതിരി വെച്ച് തയ്ച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ കളറിലോ ഏത് പീസ് വേണം നമുക്ക് നീളത്തിൽ കിട്ടുന്ന പീസ് ഇതേമാതിരി വെച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുവരെ തയ്ച്ചെടുക്കുക. അങ്ങനെ നീളത്തിൽ തയ്ച്ചെടുക്കുക. എന്നിട്ട് ഈ ഭാഗത്ത് ഞാൻ ഇതേമാതിരി തയ്ച്ചെടുത്തുകൊണ്ട് നീളത്തിൽ ഇതേമാതിരി തയ്ച്ചെടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ ഇതേമാതിരി ഇതിങ്ങോട്ട് മടക്കുക. കൊണ്ട് മടക്കിയിട്ട് ഇത് അടുത്തത് വെച്ച് അങ്ങനെ നമ്മൾ ഇതിന് എത്ര നീളത്തിലുണ്ടോ അത്രയും നീളത്തിൽ ഇതേമാതിരി തയ്ച്ച് കൊടുക്കണം. അത്രയും നീളത്തിൽ തയ്ച്ച് കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓരോ പീസ് നമ്മളടുത്ത് കിട്ടുന്ന ഓരോ വെട്ട് കഷ്ണങ്ങളുണ്ടാവില്ല, അങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്ത് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എത്ര ഉണ്ടാകുമെന്ന് അറിയാം. അങ്ങനെ എത്ര നീളത്തിൽ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിതിൻ്റെ അകത്ത് ഓരോ ഇതൊക്കെ ഉണ്ട് ഇതേമാതിരി ചവിട്ടീൻ്റെ അകത്ത് ഞാൻ തയ്ച്ചെടുത്തതിൻ്റെ അകത്ത് ഓരോ ചെറിയ ചെറിയ പീസ് നീളത്തിലുള്ള പീസ് വെച്ച് തയ്ച്ചെടുത്തു. ഇത് ഞാനൊരു ബെഡ്ഷീറ്റിൻ്റെ മുകളിലാണ് വിരിച്ചിട്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഈ പൂക്കൾ കാണുന്നത്. നോക്കിയത് അതേമാതിരി
തയ്ച്ചിന് ഇതിൻ്റെ വക്കത്ത് കൂടെ ഒരു പൈപ്പിംഗ് മാതിരി ബോർഡർ മാതിരി കൊടുത്തെടുക്കണം. അതാണ് ഇനി അടുത്ത ജോലി. ഞാൻ പിന്നെ ഇതിൻ്റെ മാറ്റിന് കുളത്തിൻ്റെ മാറ്റിന് വക്കത്ത് കൂടെ ഒരു പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് പഴയ നൈറ്റീൻ്റെ പീസ് എടുത്തിട്ട് അതേമാതിരി നടുമടക്കിയിട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട്. കണ്ട് അതേമാതിരി നീളത്തിൽ കുറേ 4 ഭാഗവും കൊടുക്കണമല്ലോ, അതിനെ കൊണ്ട് നീളത്തിൽ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഇതുണ്ടല്ലോ, നമ്മളെ തയ്ച്ച് വെച്ച ഈ മാറ്റ് ഉണ്ടല്ലോ, ഈ മാറ്റിൻ്റെ ഈ വക്കത്തുണ്ടല്ലോ, ഇതിൻ്റെ മേൽഭാഗത്ത് വെച്ചിട്ട് വേണം തയ്ച്ച് കൊടുക്കണം. ഇതേമാതിരി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതേമാതിരി ഞെറി ഇട്ടിട്ട് കണ്ടോ, ഫ്രില്ലിട്ടിട്ട് നടുമടക്കിയിട്ടില്ല, നടുമടക്കിയ പീസാണല്ലോ അപ്പോൾ ഇത് കാണുന്നത്. ആ നടുമടക്കിയ പീസ് ഇതേമാതിരി വെച്ചിട്ട് ഇങ്ങനെ ഞെറിയിട്ട് കൊടുക്കുക ഓരോ ഭാഗത്ത്. അപ്പോൾ നല്ല നീളത്തിൽ പീസ് വേണം, എന്നാലേ ഇത് ഇതേമാതിരി ഞെറിയിട്ട് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഫുള്ളായിട്ട് 4 വശത്തും ഇതേമാതിരി ഞെറിയിട്ട് പൊടിച്ച് തയ്ച്ചെടുക്കണം. കണ്ടത് ഇതേമാതിരി ഞെറിയിട്ട് വെച്ചിട്ട് തയ്ച്ചെടുക്കുക. ഫ്ലോർ മാറ്റിൻ്റെ വർക്ക് ഇത് അവിടെ കഴിഞ്ഞ് ഫ്ലോർ മാറ്റ് കാണാൻ ഇതേമാതിരി ഉണ്ടാവും.